വെൽക്കം ടു നമ്മുടെ അയർലൻഡ് FM-ൽ ഇത് RJ ചിന്നൂസ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ARM എന്ന് പറയുന്ന ഒറ്റ മൂവിയിലൂടെ മലയാള സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്വന്തം ജിതിൻ ലാൽ, നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ സ്വന്തം ഡയറക്ടർ ജിതിൻ ലാലാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സോ വെൽക്കം ടു നമ്മുടെ അയർലൻഡ് FM. അപ്പോ അയർലൻഡിൽ ഇത് ആദ്യത്തെ തവണയുള്ളത്, രണ്ടാമത്തെ തവണ ഇതിനു മുന്നേ വന്ന സമയത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതെ അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ലോഞ്ച് ആക്ച്വലി അയർലാൻഡ് ആയിരുന്നു. UK ആയിരുന്നു, പക്ഷെ പ്രോഗ്രാം ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആയിരുന്നു. അന്ന് വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഒരു ഡയറക്ടർ എന്നുള്ള ഒരു പദവിയിലേക്ക് കംപ്ലീറ്റ്ലി എത്തിയിട്ടില്ല, മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല. അതെ, അതിനുശേഷം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും അയർലാൻഡിൽ ഇപ്പം ഈ പറയുന്ന ഫിലിം റിലീസ് ആയതിനു ശേഷമാണ് വരുന്നത്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ ആഗ്രഹിച്ചിരുന്ന കുറെ കേട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു നമ്മുടെ ഫിലിമിന്റെ ഒരു ലോഞ്ച് വെക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര അത്രയും ഓഡിയൻസും അത് ഭയങ്കര ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങള് പൊതുവെ ഐറിഷുകാർ പറയുന്നതാണ് ലക്കി ചാം എന്ന് പറയുന്നത്. ഇതിനു മുന്നേ വന്ന സമയത്ത് ഈ സിനിമ ഹിറ്റ് ആവില്ലയോ എന്നുള്ള ഡൗട്ടിലാണ് വന്നത്. പക്ഷെ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു സൂപ്പർ സ്റ്റാർ പദവി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വലിയ ഡയറക്ടർ പദവിയിലേക്ക് എത്തിയിട്ടാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും കൺഗ്രാചുലേഷൻ ഫോർ ARM മൂവി. 10 വർഷമായിട്ട് മൂവി ഇൻഡസ്ട്രിയിലുണ്ട് ജിതിൻ. ഇപ്പം ബേസിലിന്റെ കൂടെ ഷോർട്ട് ഫിലിമില് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് കൂടിയിട്ട്, പിന്നെ അതുപോലെ കുഞ്ഞിരാമായണം, അതേപോലെ തന്നെ എന്ന് നിന്റെ മൊയ്തീൻ, ഇതൊക്കെ പറഞ്ഞു. ഏത് ഒരു സമയത്താണ് ഇപ്പം സ്വന്തമായിട്ട് എനിക്കൊരു സിനിമ നിർമ്മിക്കണം അല്ലെങ്കിൽ ഈ ഒരു ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് എപ്പോഴാണ് വന്നത്? അല്ല, ബേസിക്കലി നമ്മള് ഈ പറയുന്ന മൂവി തന്നെയായിരുന്നു പാഷൻ. അത് പല ടൈമിലും നമ്മള് വീട്ടുകാരുടെ ഒരു രീതിയിൽ പോകുന്ന സമയത്തും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അതിൽ തന്നെ എത്തും. അപ്പൊ ഞാൻ ഒരു 1 ഇയർ കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഫിലിം ഫെസ്റ്റിവൽ IFFK ടൈമിലാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്, ഓക്കെ ഐ എം ഗോയിങ് ടു ഡു എ ഫിലിം എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഈ പറയുന്ന കൈരളി തിയേറ്ററിന്റെ ഫ്രണ്ടിലെ IFFK ടൈമിലാണ്. പക്ഷെ ആ സമയത്ത് ഈ പറയുന്ന പോലെ ഒരു മൂവി സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ഇതില്ല. ബട്ട് എനിക്ക് അറിയായിരുന്നു ഇതെന്താണെന്നുള്ള പഠിക്കണം. അപ്പൊ അത് അസിസ്റ്റ് ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം പല ഡയറക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു മെയിൻ ടാസ്ക്. അങ്ങനെ അസിസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ എത്ര ഡയറക്ടറിന്റെ അടുത്ത് പോയിട്ടുണ്ട്? കുറച്ച് പേരെടുത്ത് പോയിട്ടുണ്ട്. ലൈക്ക് ഈ പറയുന്ന അവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കഥ, ഇപ്പൊ ARM എന്ന് പറയുന്ന ഒരു കഥ ജിതിന്റെ കയ്യിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്ന് ഇപ്പൊ ഞാൻ കേട്ട ഒരു ഇതാണ്, ഒരു 27ഓളം ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? ഇപ്പം ആ ഒരു 27 സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കഥ കയ്യിൽ വരുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ എക്സാക്ട്ലി അങ്ങനെ തന്നെ പോർട്രേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ARM-ൽ? അതോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണോ പോർട്രേ ചെയ്തത് ഇനീഷ്യൽ ഡ്രാഫ്റ്റിൽ നിന്ന്? ഇനിഷ്യൽ ഡ്രാഫ്റ്റിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. നമ്മളൊരു ഈ പറയുന്ന ഒരു കുട്ടി വളരുന്ന പോലെ ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ വളർന്ന് അതനുസരിച്ചിട്ടുള്ള ഒരു ഓർഗാനിക് ജേർണി ഉണ്ടായിരുന്നു. ആ ജേർണിയില് സിനിമ ആ രീതിയിലേക്ക് വലുതായി. അപ്പൊ സുധേട്ടന്റെ സുധേട്ടനെ എഴുതി വെച്ച ഒരു അതിനൊരു ജസ്റ്റിസ് കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ സുധേട്ടൻ അത്രയും അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ഫോക്ലോർ എഴുതി വെച്ചേക്കുന്നത് ഞാൻ ആ നാട്ടിലുള്ള ആളല്ല. ഞാൻ ട്രിവാൻഡ്രവും സുധേട്ടൻ കാസർഗോഡുമാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ അവിടെ പോയിട്ട് നമ്മള് കുറെ ഒബ്സർവ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ എന്റേതായിട്ടുള്ള ഒരു ഫിക്ഷണൽ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഈ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷ്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ ചെയ്യണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് അതിന്റെ ആ ഒരു ക്യാൻവാസ് ബിൽഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ARM-ന്റെ ജേർണി വന്നത് 8 കൊല്ലത്തോളം ARM-ന്റെ ഒരു ജേർണി ഉണ്ടായിരുന്നു. ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ ഇപ്പൊ ലൊക്കേഷൻ ആണെങ്കിലും VFS ആണെങ്കിലും എത്രത്തോളം എഫേർട്ട് എല്ലാത്തിൽ നിന്ന്, എനിക്കറിയാം ഏറ്റവും കൂടുതൽ എഫേർട്ട് ജിതിൻ തന്നെയാണ് ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പം സുജിത്തേട്ടനാണേലും ഇപ്പം എഡിറ്റിംഗിന്റെ സൈഡിലാണേലും ഒത്തിരി എഫേർട്ടുകൾ ഉണ്ട്. അപ്പം ഈ ഒരു എൻറ്റയർ ജേർണി ഒന്ന് ചെറുതാക്കി പറയാൻ പറ്റുമോ? അല്ല, എല്ലാരും ഇപ്പൊ ഈച്ച് ആൻഡ് എവറി ടീം മെമ്പേഴ്സ് ഓഫ് ARM അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഓൾ ടുഗദർ, ഞാൻ ബേസിക്കലി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാള് എന്നുള്ള
രീതിയിൽ മാത്രം കാണുമ്പോഴാണ്. കാരണം എല്ലാരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതായത്. അതിപ്പം ഷൂട്ടിന്റെ സമയത്തുള്ള ആൾക്കാരാണെങ്കിലും ബാക്കി ടെക്നീഷ്യൻസ് ആണെങ്കിലും ടൊവി ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാരും അങ്ങനെ നമ്മുടെ ഒരു ഡ്രീമിന് അനുസരിച്ച് അവര് കംപ്ലീറ്റ് ആ ഒരു എഫേർട്ടില് അവരും എടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സക്സസിലേക്ക് വന്നത്. ഓക്കെ. ജിതിൻ ഡയറക്ടർ കൂടാതെ ഒരു ബിസിനസ് മാൻ എന്നുള്ള ഇതിനുണ്ട്. ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ ഈ മൂവിയെ കാണുന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിന്റെ സക്സസിനെ നോക്കി കാണുന്നത്? അല്ല, ബേസിക്കലി എനിക്കിങ്ങനെ ഓണ്ടർപ്രനർ ആവുക എന്നുള്ളത് സിനിമ പോലെ ആഗ്രഹം ഉണ്ടായിരുന്നത് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ ചെറിയ റെസ്റ്റോറൻറ്റ്സും അല്ലാതെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തത്. ബട്ട് അങ്ങനെ അതിന്റെ വെച്ചിട്ടൊരു മാർക്കറ്റ് സ്റ്റഡി അല്ലെങ്കിൽ അനാലിസിസ് അത് ചിലപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ടുള്ള ഒരു ഗുണമായിരിക്കാം. പക്ഷെ അത് നമ്മള് സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത്, അത് ഡെലിവർ ചെയ്യുക എന്നുള്ളൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലാണ് ARMൽ ഓരോ ഇതും നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അതിനൊരു റിപ്പീറ്റീവ് ആയിട്ടുള്ളൊരു വാച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് അറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് അറിയായിരുന്നു. ബട്ട് ഒരു 3-4 തവണയൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴുള്ള സന്തോഷം, അത് ഇപ്പം സോങ്സ് ആണെങ്കിലും അതിലുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ അത് നമ്മള് അങ്ങനെ ഒരു ആ ഒരു ആസ്പെക്റ്റിൽ കണ്ടതുകൊണ്ട് ആയിരിക്കാം ഉണ്ടായതും. പിന്നെ അത് നമുക്ക് വേണ്ടി ഒരു എമൗണ്ട് മുടക്കുന്ന പ്രൊഡ്യൂസറിന് അതിന്റെ ഒരു ഈക്വൽ വാല്യൂ അല്ലെങ്കിലും അതിന്റെ ഒരു ട്വൈസ് ഓർ പ്രൈസ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ എന്റെ ഈ പറയുന്ന അടുത്തത് കുറച്ചുകൂടെ ബഡ്ജറ്റിലായിട്ടുള്ള സിനിമയാണ്. അപ്പൊ അതിന് പ്രൊഡ്യൂസേഴ്സിന് കിട്ടണമെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്യണമല്ലോ ആദ്യത്തെ. അപ്പം അത് മുന്നിൽ കണ്ട് തന്നെയാണ് അങ്ങനെ. അപ്പോ ഈ IT ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പം ജോലിക്ക് കയറി ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ഒരു മൂവി ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് AD ആയിരുന്നു അല്ലെ, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ടൈമിലാണ്. അവിടെ ഈ ബിസിനസ് മെന്റാലിറ്റിയും അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എല്ലാം എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെയല്ല, എനിക്ക് കുക്കിംഗ് പാഷൻ ആയതുകൊണ്ട് അങ്ങനെ ആ സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ഒരു കഫേ തുടങ്ങി. അങ്ങനത്തെ ഒരു പ്ലാൻ ആയിരുന്നു. അതൊക്കെ ഈ പറയുന്ന ഒരു രീതിയിൽ നമ്മള് എന്തെങ്കിലും ഒരു സൈഡ് പരിപാടികൾ വേണമല്ലോ എന്നുള്ള കാരണം നമുക്കറിയാം. അങ്ങനെ സിനിമയിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതില് ബിഹൈൻഡ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു 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 പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻകം കാണത്തില്ല. അതുകൊണ്ട് അതിനൊരു ബാക്കപ്പ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ഇത് ചെയ്തത്. ഫസ്റ്റ് മൂവി ഡയറക്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ന്യൂ ഡയറക്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ സെക്കൻഡ് മൂവിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കുറച്ചുകൂടെ ബ്രഹ്മാണ്ഡ ചിത്രമാണ് എന്നുള്ള രീതിയിൽ. കുറച്ച് ബഡ്ജറ്റഡ് ആണ്, കുറച്ചുകൂടെ വേറൊരു ക്യാൻവാസ് ആണ്, വേറൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ വർക്കിംഗ് ഒന്ന് മാറിയിരുന്ന് വർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് അല്ല, അത് ഫസ്റ്റ് മൂവിയെക്കാളും കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ഇപ്പൊ കൂടുതലാണ്. കാരണം അന്നത്തെ ഉണ്ടായിരുന്ന ജിതിൻ ലാലിന്റെ എക്സ്പെക്ടേഷൻ അല്ല ഇപ്പം പ്രേക്ഷകർക്ക് ARM ലെവൽ അല്ലെങ്കിൽ അതുക്കും മേലെ എന്നുള്ള രീതിയിലാണ് ആളുകളുടെ എക്സ്പെക്ടേഷൻ ഉണ്ടാവുക. അപ്പം ആ ഒരു കാഴ്ചപ്പാടില് പുതിയ സിനിമ എടുക്കാനായിട്ടുള്ള പ്ലാനിങ് നടത്തുമ്പോൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ എന്താണ് വ്യത്യാസം വരുന്നത് അന്നത്തേതിൽ നിന്ന് ഇപ്പോഴത്തേക്കുള്ളതിൽ? അല്ല, ബേസിക്കലി സുഹൃത്തേട്ടൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി എന്നുള്ളൊരു ബേസ് ഐഡിയ വെച്ചു. അപ്പൊ സുഹൃത്തേട്ടൻ വേറൊരു സാധനം പറയുന്നു, അത് ഇഷ്ടപ്പെടുന്നു, അത് പിന്നെ ഡിറൈവ് ആവുന്നു. ആ ഒരു ലാസ്റ്റ് ഒരു 4-5 months നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബേസിക് സാധനം ഒരു സ്ക്രിപ്റ്റിലോട്ടൊക്കെ ആയപ്പോഴത്തേക്ക് അതിന്റെ ഒരു ലാസ്റ്റ് നമ്മളൊരു റീഡിങ് എനിക്ക് തോന്നുന്നു ഒരു 7th or 8th ഡ്രാഫ്റ്റ് എന്തോ ഇപ്പൊ ആയി. അപ്പം അത് കേട്ടപ്പോ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് ആ സിനിമ എത്രയും പെട്ടെന്ന് വിഷ്വൽ ചെയ്യുക, ആൾക്കാരുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആൾക്കാരെ എത്രയും പെട്ടെന്ന് എന്റർടൈൻ ചെയ്യിക്കുക, അത് ഷൂട്ട് ചെയ്ത് എന്നുള്ള ഒരു അങ്ങനെ ഡെസ്പറേറ്റ് അല്ല, ബട്ട് ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്. ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുക. പിന്നെ അതിന്റെ ഒരു സിനിമയുടെ ഒരു മാജിക് ഉണ്ടല്ലോ, അത് നമ്മൾ ARMലൂടെ
നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തതും ആ മാജിക് കാണാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. ARM-ന് 8 കൊല്ലം എടുത്തു. എന്തായാലും പുതിയ സിനിമയ്ക്ക് അത്ര കൊല്ലം എടുക്കില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ അയർലൻഡ് FM-ലെ പ്രേക്ഷകർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ആ ഒരു മൂവിയെ കുറിച്ച്? ഇല്ല, അങ്ങനെ അത് സമയമാകുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും റിവീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ റൈറ്റിങ്ങും അതിന്റെ ആർട്ടിസ്റ്റും ഒക്കെ കൺഫേം ആയതേ ഉള്ളൂ. അതിന്റെ ഈ പറയുന്ന പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ ലോക്ക് ആയതിനു ശേഷം നമ്മളെ അനൗൺസ്മെന്റും ബാക്കി കാസ്റ്റിംഗ് ആണെങ്കിലും പക്ഷെ ഈ പറയുന്ന പ്രീ പ്രൊഡക്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പം ലാലേട്ടന്റെ കൂട്ടത്തിൽ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ഫാൻസും അത് വെച്ചിട്ട് ഒരു തിയറി. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ ലാലേട്ടനൊപ്പം സിനിമ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതാണ് എൻ്റെ ഒരു ലൈഫ് ഡെസ്റ്റിനി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് എനിക്ക് 2 തവണ സൗണ്ടായിട്ട് കിട്ടി. ഇനി പിന്നെ മ്യൂസിക് വീഡിയോയിൽ ലാലേട്ടന്റെ വോയിസ് ഓവർ ഉണ്ടായിരുന്നു. പിന്നെ ഇൻ റിയൽ ലാലേട്ടനെയും കൂടെ കിട്ടുക എന്നുള്ളതാണിത്. അതിന്റെ ഒരു ഇനിഷ്യൽ എന്നുള്ള രീതിയിൽ നമുക്ക് പോയി കഥ പറയാൻ പറ്റി. ആ ഒരു സ്റ്റേജ് വരെ ആയുള്ളൂ. അല്ലാതെ കൂടുതൽ പറയത്തക്ക അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ആയിട്ടില്ല. മ്യൂസിക് വീഡിയോയെ കുറിച്ച് ഇപ്പൊ ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അതുപോലെ തന്നെ മ്യൂസിക് വീഡിയോ 2 എണ്ണം ചെയ്തിട്ടുണ്ടല്ലേ, പ്രഗതി, മുക്തി, മാരവൈരി എന്ന് പറയും. ആ ഒരു ഇതൊന്നും അധികം ആൾക്കാർക്ക് അറിയില്ല. കാരണം എല്ലാവരും ARM ഡയറക്ടർ എന്നുള്ള രീതിയിലാണ്. ആ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാനുണ്ടായത്. അല്ല, അത് ഹരിയുടെ ബാൻഡിന് വേണ്ടി ചെയ്തതാണ് പ്രഗതി എന്ന് പറഞ്ഞ. അതിലൊരു ട്രൈലിംഗൽ മ്യൂസിക് വീഡിയോ സീരീസ് ആയിട്ടാണ്. അതില് ലെന, വാമിക, നൈല 3 പേരും അഭിനയിച്ചതാണ്. അത് ഓരോരുത്തരുടെ ലൈഫിലുള്ള ഒരു ജേർണി വളരെ മെറ്റഫറിക്കലായിട്ട്, അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ മ്യൂസിക് വീഡിയോ അല്ലാതെ കുറച്ച് അൺകൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മ്യൂസിക് വീഡിയോ. എനിക്ക് തോന്നുന്നു നമ്മളൊരു 5-6 പേര് മാത്രം ക്രൂ വെച്ചിട്ട് വളരെ മിനിമലി ചെയ്തൊരു വർക്കാണ്. അത് എനിക്ക് തോന്നുന്നു ഗോദയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, മൊയ്തീൻ ചെയ്ത സമയത്ത് ലന ചേച്ചിയായിട്ട് പരിചയമുണ്ട്. പിന്നെ അല്ലാതെ കോമൺ ഫ്രണ്ട്സ് ത്രൂ ആണ് നൈലെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ അതാണ് ഈ പറയുന്ന ഒരു ഇത്. പിന്നെ മാരവേരി അതൊരു ക്യൂർ പ്രൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതാണെന്ന് തോന്നുന്നു. കുറെ ഇങ്ങനത്തെ ഫെസ്റ്റിവൽസ് ഞാൻ ഒരുപാട് പോകുന്നത് കൊണ്ട് എന്റേതായിട്ടുള്ള എന്തെങ്കിലും വർക്ക് അങ്ങനെ ഫെസ്റ്റിവൽസിൽ അയക്കണം എന്ന ആഗ്രഹത്തില് അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്തതാണ്. അപ്പൊ 2ലും ലാലേട്ടനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നി. ലാലേട്ടൻ ഫാൻസം ഇത് എപ്പോഴാണ് തുടങ്ങിയത്? ഇത് എങ്ങനെയാണ്? എനിക്കറിയാം ഒരുമാതിരിപ്പെട്ട മലയാളികൾ എല്ലാവരും ലാലേട്ടൻ ഫാൻസ് തന്നെയാണ്. പക്ഷെ ലാലേട്ടനെ വെച്ച് ഒരു മൂവി ചെയ്യാന്നുള്ളതാണ് കുറെയൊക്കെ ഡയറക്ടേഴ്സിന്റെ ഒരു അന്ത്യാഭിലാഷം എന്ന് പറയുന്ന പോലെ ഒരു ഇത്. അതുപോലെ അല്ലാതെ ഈ ലാലേട്ടൻ ഫാൻ എന്നുള്ളതിന് ഒരു കോർ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് ജിതിൻ്റെത്? അല്ല, അതിപ്പോ കുട്ടിക്കാലത്ത് തുടങ്ങിയതാണ്. അത് പാരന്റ്സ് പറഞ്ഞു തന്നിട്ടുള്ള അറിവേ ഉള്ളൂ. അത് ഈ പറയുന്ന പേര് വന്നതാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന ഇതാണെങ്കിലും പാട്ടുകളാണെങ്കിലും കാണുന്ന സിനിമകളാണെങ്കിലും അത് എല്ലാ ചൈൽഡ്ഹുഡ് ടൈമിലും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എന്റെ പേരിനൊപ്പം ഈ പറയുന്ന ലാൽ എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടൊരു സ്ട്രോങ് ഇതാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഡബ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഒരു ലാലേട്ടനുമായിട്ട് കോൺവെർസേഷൻ ഫോണിൽ ചെയ്തപ്പോഴത്തേക്കാണ് ഞാന് ഈ പേരിന്റെ കഥ ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്. അതാണ് എല്ലാവരും ലാലേട്ടൻ ഫാൻ ആണെന്ന് പറയുമെങ്കിലും സ്വന്തം പേരിലെ ലാലേട്ടനുള്ള ഒരു ഡയറക്ടർ ജിതിൻ ലാൽ മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞപ്പം ARM-ലെ മ്യൂസിക്, ARM-ന്റെ ഒത്തിരി വിശേഷങ്ങൾ എടുക്കണമെന്ന് ഉദ്ദേശിച്ചല്ല, പക്ഷെ എന്നാലും ARM-ലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇപ്പം എല്ലാ പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണെങ്കിലും അത്രയും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. മ്യൂസിക് ഇൻട്രസ്റ്റഡ് ആണെന്നറിയാം, പക്ഷെ എന്നാലും മ്യൂസിക്കിൽ ഒത്തിരി കാര്യങ്ങൾ ജിതിൻ ഇടപെടുന്ന ഒരാളല്ലല്ലോ. മ്യൂസിക് ഇഷ്ടമാണ്. അത് ഇങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് കേൾക്കുന്നതല്ല, പക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് എനിക്കെങ്ങനെയോ അത് തലയിലേക്ക് ആവും. മ്യൂസിക്കലി ഡൗട്ട് വരുമ്പോൾ ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഹരിയുടെ അടുത്താണ്. ഇങ്ങനെ ഹരി തന്നെയാണ് ദിബുവിനെ സജസ്റ്റ് ചെയ്യുന്നതും ദിബുവിലേക്ക് വരുന്നതും. പിന്നെ ഞാൻ ദിബു ആയിട്ടാണ് കൂടുതലും മ്യൂസിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഒക്കെ. അപ്പം സിനിമയില് മേക്കിംഗ് എന്നുള്ള പോലെ തന്നെ ഒരു മേജർ പാർട്ട്
ഇഷ്ടമുള്ളത് VFX-ഉം മ്യൂസിക്കും ആണ്. മ്യൂസിക്കാണ്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെലക്ട് ചെയ്യുമ്പോഴാണേലും എന്താണ് നോക്കുന്നത്? ഇപ്പം നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ആ കിളിയെ എന്ന് പറയുന്ന പാട്ട് വൈറലാകും എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ടൊവിനോയ്ക്ക് അത്രയ്ക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലും, പക്ഷെ അതെങ്ങനെയാണ്, എന്ത് ഒരു സ്ട്രക്ചർ, എന്തെങ്കിലും ഒരു ഫാക്ടർ വെച്ചിട്ടാണ് അത് അല്ല അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയല്ല, അത് ടോവി തന്നെ പറഞ്ഞിട്ടുണ്ട്. ടോവിക്ക് ആദ്യം കേട്ടപ്പോഴത്തേക്ക് ഇതിപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നുള്ള. പക്ഷെ എനിക്കത് ആദ്യമേ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ബേസ് ഔട്ട്ലൈൻ ഒക്കെ ഒരു 4 വർഷത്തിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഇതാണ്. പാട്ടുകൾ, പിന്നെ പാട്ടുകൾ. ആ ഒരു പാട്ട് മാത്രം എനിക്ക് വേണ്ട ഒരു സോങ് അതിനകത്ത്. ഇപ്പൊ ദിബു ചെയ്യുന്ന എല്ലാത്തിനും ഒരു ഈസിലി ഒരാൾക്ക് പാടാൻ പറ്റുന്ന പാട്ടാണ് അത് ദിബുവിന്റെ ഒരു റിതം അല്ലെങ്കിൽ മെലഡി ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള പുള്ളിയുടെ ഒരു കഴിവാണത്. അത് ഏതൊരു ലേമാനും പാടാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ പണ്ട് ഉള്ള പല പാട്ടുകളും നമുക്ക് ഈസിലി പാടാൻ പറ്റുമായിരുന്നു. അപ്പം അതുപോലത്തെ തന്നെ ഒരു പാട്ട് പാടാൻ പറ്റുന്ന ഒരു സാധനം ആയിരിക്കണം എന്ന്. കിളിയെ തത്ത കിളി അങ്ങനെ എത്ര പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല. അത് ഇപ്പൊ പറഞ്ഞാൽ ആ ഒരു മെലഡി അല്ലെങ്കിൽ ആ ഒരു ലല്ലബി ഫീൽ. പക്ഷെ ആ ഒരു ട്യൂണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഒരിക്കൽ കേട്ടാൽ തന്നെ കിളിയുടെ. കാരണം AR-M എല്ലാ പാട്ടിലും ഇപ്പൊ ഭൈരവനാണേലും കിളിയൊന്നും അത്ര എളുപ്പത്തിൽ വരുമ്പോ ഹരിശങ്കർ പാടുമ്പം അത് വേറെ ലെവലില് പെട്ടെന്ന് അങ്ങനെ ഈസി ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഭയങ്കര പാടാണ് ആ പാട്ടൊക്കെ പാടാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പം ഭയങ്കര പേഷ്യൻസ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ചില്ലായിട്ട് ഇരിക്കുന്ന ഒരു ഡയറക്ടറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സിനിമ AR-Mന്റെ ജേർണിയിലല്ല ഡയറക്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഈ പേഷ്യൻസ് വിട്ടുപോകുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ദേഷ്യം വരുന്ന രീതിയിലുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടോ? ചോദിക്കേണ്ട. അല്ല, ഷൂട്ടിന്റെ സമയത്ത് ഈ മറ്റേ നമ്മുടെ മണിയനും മാണിക്കുമായിട്ടുള്ള വീട്ടിനകത്തുള്ള സീക്വൻസ് ഷൂട്ട് ചെയ്യണതിന്റെ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് മറ്റേ കോൺസെൻട്രേറ്റ് ചെയ്ത് തിങ്ക് ചെയ്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് രാത്രിയാ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്. റൊമാൻസ് സീക്വൻസ്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പുറത്തിറങ്ങി നോക്കിയപ്പോ ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ മൊത്തം ഉണ്ട് വീട്ടിന്റെ പുറത്ത്. ഞാൻ പെട്ടെന്ന് അവിടുന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഇതെന്തിനാണ് എല്ലാരും കൂടെ ഇവിടെ നിൽക്കുന്നത്, എല്ലാം ഇറങ്ങി പൊയ്ക്കോളൂ. അതുവരെ കണ്ടിട്ടുള്ള ചില്ലായിട്ടുള്ള ഡയറക്ടർ മാറിയ സമയമായിരിക്കും. കാരണം ഞാൻ ഇങ്ങനെ മറ്റേ റെഫറൻസ് മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കര ഇതിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ മൂടൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ ബഹളം. അപ്പോഴാണ് ദേഷ്യം വന്നത്. ആ ഒരൊറ്റ സീനിൽ മാത്രമേ പോയിട്ടുള്ളൂ, അതും ആ ഒരു റൊമാൻറ്റിക് സീനിലാണ് ദേഷ്യം വന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഇപ്പം എൻറ്റയർ AR-M ജേർണിയിലാണെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീൻ ഇപ്പം സ്വന്തം ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് അങ്ങനെ ഏതെങ്കിലും ഇൻസ്പയർ ആയിട്ടുള്ള ഏതെങ്കിലും സീനുകളോ ഒക്കെ ഉണ്ടോ ഈ ഒരു സിനിമയില്? അങ്ങനെയല്ല, സുചേട്ടൻ എഴുതിയ സാധനം ഞാൻ അതേപോലെ. പക്ഷെ എന്നാലും ഡയറക്ടേഴ്സിന്റെ ബ്രില്യൻസ് പോലെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടല്ലോ. അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന അങ്ങനെയല്ല. എനിക്ക് പുറത്തുള്ള കുറെ പടങ്ങൾ കാണുമ്പോൾ ഉള്ള ആഗ്രഹത്തില് അവിടെ കണ്ടിട്ട് നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സാധനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തതാണ്. അതിലുള്ള വാട്ടർഫോളിന്റെ സീക്വൻസും അല്ലെങ്കിൽ ഒരു ആന്റി ഗ്രാവിറ്റിയിൽ വാട്ടർ റൈസ് ചെയ്യുന്ന സാധനമൊക്കെ നമ്മള് പറയുന്ന മാർവൽ ഫിലിംസിലൊക്കെ കണ്ടിട്ട് അത് ഹ്യൂജ് മാർവൽ ഫാൻ ആണല്ലേ? അതെ അതെ. ഈ ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് പറഞ്ഞപ്പം AR-M എന്ന് പറയുന്ന സിനിമയുടെ പേര് ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ ആദ്യം പേഴ്സണലി എന്റെ മനസ്സിൽ വന്നത് അജയൻ മാണിക്യൻ. അപ്പൊ എന്റെ മനസ്സിൽ മൂന്നാമത്തെ ക്യാരക്ടറിന്റെ പേര് മണിയൻ. മൂന്നാമത്തെ ക്യാരക്ടറിന്റെ പേര് 6 വെച്ചായിരിക്കും തുടങ്ങുന്നത് എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ കേളു എന്നുള്ള പേരിൽ വന്നപ്പോ അത് അങ്ങനെ ഒരു ഇല്ല, അജയന്റെ 2ാം വർഷം ഒന്നും. അതുപോലെ തന്നെ AR-Mല് ആ ഒരു വാള് വന്ന് വീണിട്ട് 6-ൽ വന്നിട്ട് അതിനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ ഒരു ഇത് വന്ന്? പൊതുവെ ഇപ്പം എല്ലാരും കാണുമ്പോഴേക്കും 6ന്റെ ഫ്രണ്ടിൽ തന്നെ വാളുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതിനെ തിരിച്ചു വെച്ചേക്കണം. അതൊരു എന്തെങ്കിലും അല്ല, ബേസിക്കലി ആ ഒരു വാളിൻ്റെത് നമ്മൾ ഉദ്ദേശിച്ചത് അത് ആ രാജാവ് ചെയ്യുന്ന ഒരു ചതി, ആ ബിട്രയൽ, അത് നമ്മളൊരു കത്തി എന്നുള്ളൊരു മെറ്റഫറിക്കലി ചിന്തിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇതാണല്ലോ അത്. ആ അന്ന് നടക്കാതെ പോയ കുഞ്ഞിക്കേളുവിന്റെ ഒരു ലൈഫ് കംപ്ലീഷൻ നടത്തുന്നത് അജയനാണെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഈ മാനവർമ്മ ചെയ്യാനുണ്ടായിരുന്ന ചേതോ വികാരം അല്ലെങ്കിൽ ആ സമയത്ത് ആരായിരുന്നു അത് ഡയറക്ട് ചെയ്യാനായിട്ട് പുറകിൽ പോയി നിന്നത്? അല്ല, അത് സുഹൃത്തായിട്ടും തന്നെ പോയി ചെന്നിരുന്നു. പക്ഷെ ഞാനിങ്ങനെ അഭിനയിക്കുമ്പോഴും മറ്റേ മുട്ട് അത്രയും ചൂടുള്ള മണ്ണില് ആണല്ലോ നിൽക്കുന്നത്. അപ്പം ഞാൻ തന്നെ കട്ട് വിളിക്കും,
അതായത് സാധാരണ പറ്റാതെ കാല് ആ എടുത്തിട്ട്. സാധാരണ ഇപ്പൊ കട്ട് കളിക്കുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. പക്ഷെ ഞാൻ തന്നെ കട്ട് വിളിച്ച അവസാനം ഞാൻ തന്നെ അങ്ങോട്ട് പോകും. അങ്ങനെ അതിങ്ങനെ ചുമ്മാ ആ ക്യാരക്ടർ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ നീങ്ങില്ല എന്ന് ഞാൻ തന്നെ പറയാറുള്ളത് കൊണ്ട് ആ ക്യാരക്ടർ ഞാൻ തന്നെ അങ്ങ് ചെയ്തു. ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ വേറെ എന്തിലെങ്കിലും എവിടെയെങ്കിലും? അങ്ങനെ ഗോദ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അതില് 3ഓ 4ഓ സ്ഥലത്ത് പല വേഷങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഗോതയില് അതപ്പോ എല്ലാവർക്കും വീണ്ടും ഒന്നും കൂടെ കാണണമല്ലോ, എടുത്ത് നോക്കണമല്ലോ. അത് ചിലർക്കൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നു പഞ്ചാബില് ഞാൻ മറ്റേ ടർബനൊക്കെ കെട്ടിയിട്ട് ഞാനും ടൊവിയും കൂടെ വാമികയുടെ ഒരു സീക്വൻസിന്റെ അവിടെ പോയിട്ട് ബല്ലേ ബല്ലേ കാണിക്കുന്നു. ഓഡിയൻസ് എല്ലാവർക്കും എന്തായാലും അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദിക്കാരെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മീൻസ് നമുക്ക് ഇത് ഹിന്ദി പറഞ്ഞുകൂടാ. അപ്പൊ നമ്മുടെ ഒരാൾ ആർട്ടിസ്റ്റിന്റെ കൂടെ നിക്കാൻ വേണ്ടി ഞാൻ തന്നെ. എത്ര സീനുണ്ട് ഗോദയില്? പലയിടത്തും പല ലുക്കിലും ഉണ്ട്. ആ ഒരു സമയത്തുണ്ടായിരുന്നായിരുന്നല്ലോ മുടി. ഇപ്പം ആ ഒരു കുടുംബം ഇവിടുത്തെ കാണുന്നില്ല. ഇത് 2 ദിവസമായുള്ളൂ. 2 ദിവസമായുള്ളൂ. എത്ര കൊല്ലത്തെ വളർച്ചയായിരുന്നത്? 5 വർഷത്തെ. 5 വർഷം ഫുള്ള് മുടി ഉണ്ടായിരുന്നല്ലോ. അത് എന്നെ കെട്ടി വെക്കാൻ സമ്മതിച്ചില്ല. ഓക്കെ. ഇനി അടുത്ത മൂവിയുടെ ഡീറ്റെയിൽസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഇപ്പൊ UK വന്ന് വർക്ക് ചെയ്യുന്നത്, അപ്പം അതിൽ നിന്ന് നാട്ടിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് വന്നത്? അങ്ങനെയല്ല, ഞാനൊരു എനിക്കിങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു വിഷ്വൽ ഇത് ഓപ്പൺ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അന്നത്തെ രാജ്യങ്ങൾ കാണാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞവണ ഇവിടെ വന്നിട്ട് ടർക്കി പോയിരുന്നു. അപ്പൊ ഇത്തവണ അതേപോലെ എവിടെയെങ്കിലും പോണം. ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ കൂടുതൽ അങ്ങനെ കറക്കം കുറവാ. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും UK അയർലൻഡിലോ വന്നിട്ട് അതൊരുപാട് അത് അടുത്ത പടം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇത് മറ്റേ വാരണവായരത്തിൽ അത് അടുത്ത മൂവിയിൽ പറയാമെന്ന് പറയുന്ന പോലെ. അയർലൻഡിൽ എന്തെങ്കിലും ലൊക്കേഷൻ അല്ലെങ്കിൽ UK എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടാവോ ഇനി അടുത്ത മൂവിയുടെ? ഇല്ല, അങ്ങനെ ലൊക്കേഷൻ ഇതാവില്ല. പക്ഷെ ഈ പറയുന്ന ഇവിടെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ അതില് VFX കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ റിയൽ ഇല്ലെങ്കിലും VFX ഞങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു. അയർലൻഡിലുള്ളവരെ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ചാൻസസ് ഉണ്ടാവോ? ഈ പറയുന്ന അടുത്ത സിനിമ കാസ്റ്റിംഗ് ആയിട്ടില്ല. ഓക്കെ. നമ്മുടെ അയർലൻഡ് FM-ല് ഇത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ FM-ലെ ചാൻസ് എന്തെങ്കിലും ഈ ലിങ്ക് വരുമ്പോഴത്തേക്ക് കേൾക്കുന്ന. എന്തായാലും ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നതിൽ ഒത്തിരി താങ്ക്സ്. നമ്മുടെ അയർലൻഡ് FM-ലെ പ്രേക്ഷകരോട് എന്തെങ്കിലും 2 വാക്ക്? ARM സപ്പോർട്ട് ചെയ്തതുപോലെ അടുത്ത സിനിമയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെ ആയിരിക്കും അടുത്ത സിനിമയും. ഇപ്പൊ തന്ന അതേ സപ്പോർട്ട്, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ വന്ന് കണ്ടാൽ മതി. സോ നമ്മുടെ അയർലൻഡ് FM-ൽ ജിതിൽ ലാലാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ ഞങ്ങൾക്ക് സമയം തന്നതിൽ ഒത്തിരി താങ്ക് യു.